മരണ വീട്ടിൽ ചിരിക്കണം. നടി ദുർഗാ കൃഷ്ണ ശ്രീനിവാസൻ്റെ മരണ വീട്ടിൽ ചിരിച്ചു. അപ്പോൾ അതിൽ എനിക്ക് കുറച്ച് അഭിപ്രായമുണ്ട്. അതിനു മുന്നേ നമുക്ക് കമൻസിൽ എന്തൊക്കെ കമൻറ്റ്സ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. നഷ്ടങ്ങൾ വീട്ടുകാർക്ക് മാത്രമാണ്, മറ്റുള്ളവർക്ക് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഒരു സങ്കടം. അതൊക്കെ അത്രയേ ഉള്ളൂ. വേറെ എന്തിനെങ്കിലും വേണ്ടി ചിരിച്ചതാവാം. അതെ, വേറെ എന്തിനെങ്കിലും വേണ്ടി ചിരിച്ചതാവാം. എൻ്റെ പൊന്നെ, പരിചയക്കാരെ കണ്ടാൽ സ്വാഭാവികമായിട്ട് ചിരി വരും. ധ്യാനം ചിരിച്ചല്ലോ ഇടയ്ക്ക്. പോടി. ദുർഗാ കൃഷ്ണ ഒന്ന് ചിരിച്ചു പോയി. അതിന് ആർക്കാണ് ഇവിടെ ഇത്രയും വലിയ പ്രശ്നം? ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലാണ് കൂടുതൽ തെറിവിളി. ഈ ഇൻസ്റ്റാഗ്രാമിൽ അത്ര തെറിവിളിയൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചില്ലേ, മിക്ക കമൻസും അത്യാവശ്യം 80% ആൾക്കാരും ദുർഗാകൃഷ്ണ സപ്പോർട്ട് ചെയ്തതിനെ സംസാരിക്കുന്നത്. കാരണം അവർ മനുഷ്യരാണ്. ഒരാൾക്കാരെ കാണുമ്പോൾ, പരിചയമുള്ള ഒരാളെ കാണുമ്പോൾ ചിരിക്കും. അത് മരണവീടെന്നല്ല, എവിടെ പോയാലും ഒബ്വിയസ്ലി മനുഷ്യന് ഒരു ഹ്യൂമൻ സൈക്കോളജി ഉണ്ട്. കാണുമ്പോൾ ഒരു ജെസ്റ്റർ കൊടുക്കണമെന്നുണ്ടാവും, ഒരു ചിരിച്ച് കാണിക്കും. അല്ലാതെ അവിടെ പോയി കരയേണ്ട കാര്യം അവരുടെ ആരും അല്ല. ശ്രീനിവാസനെ മരിച്ചതിൽ സങ്കടം അവരുടെ ബന്ധുക്കാർക്കും അവരുടെ മക്കൾക്കും അവരുടെ ഭാര്യയ്ക്കും മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അവിടെ വന്നിരിക്കുന്ന ആർക്കും ശ്രീനിവാസൻ്റെ മരണത്തിന് സങ്കടമോ ഇതൊന്നും കാണത്തില്ല. അവരൊരു റെസ്പെക്റ്റ് കൊടുക്കാൻ വേണ്ടി, കാരണം അവരെക്കാട്ടിലും സീനിയർ ആർട്ടിസ്റ്റാണ് സിനിമ ഫീൽഡിൽ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരാൾ. സാധാരണ ഒരു മരണ വീട്ടിൽ പോകുന്ന എന്തിനാണ്? നമ്മളും മരിക്കുന്ന സമയത്ത് ഇതുപോലെ ആൾക്കാർ നമ്മളെയും കാണാൻ വരണം. പിന്നെ മരിച്ചാൽ ലാസ്റ്റായിട്ടൊന്ന് കാണുക, റെസ്പെക്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതൊരു കടമ എന്നുള്ള രീതിയിലാണ് നമ്മുടെ നാട്ടിൽ ഈ ചടങ്ങ് വർഷങ്ങളോളം നടക്കുന്നത്. അല്ലാതെ ഒരാൾ മരിച്ചു കഴിഞ്ഞ് ഭയങ്കര സ്നേഹമായിട്ട് പോകുന്ന ആൾക്കാരൊന്നും അല്ല. അവിടെ ഇപ്പോൾ മോഹൻലാൽ ഉൾപ്പെടെ, മമ്മൂട്ടി ആയാലും ശരി, എല്ലാ വലിയ വലിയ നടന്മാരായാലും ശരി, ശ്രീനിവാസനെ ലാസ്റ്റായിട്ടൊന്ന് കാണുക എന്നുള്ള രീതിയിൽ പോകണം. ഇതിൽ മിക്ക ആൾക്കാരും ചിലപ്പം നാട്ടുകാർ തെറി പറയും, പോയില്ലെങ്കിൽ അവസാനം മരിച്ചിട്ട് പോലും വന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട്. ഇതുകൂടാതെ സിനിമയിൽ ചാൻസ് കിട്ടാത്ത ഇത് വലിയ വലിയ ആൾക്കാരെ കണ്ട് പരിചയപ്പെട്ട് സംസാരിക്കാമെന്നുള്ള രീതിയിൽ വരുന്ന ആൾക്കാരും ഉണ്ട്. സോ എല്ലാത്തരം ആൾക്കാരും അവിടെ ഉണ്ടാവും. ഇപ്പം തന്നെ ഇത്രയും ദുർഗാകൃഷ്ണയെ തെറി പറയുന്ന ആൾക്കാരെ, ഈ ആൾക്കാരെ ഓരോ സെലിബ്രിറ്റീസിനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഈ അവരവിടെ നിന്ന് വരുന്ന കാറിൽ നിന്ന് ഇറങ്ങുന്നതും അവിടെ പോകുന്നതും കരയുന്നതും എല്ലാം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഈ സാധാ മൊബൈലും പിടിച്ചിരിക്കുന്ന പയ്യന്മാർ മാത്രമല്ല, ഈ മെയിൻ സ്ട്രീം മീഡിയ ഉണ്ടല്ലോ, ഏഷ്യാനെറ്റ്, മഴവിൽ മനോരമ, ഇവന്മാരൊക്കെ ധ്യാൻ ശ്രീനിവാസൻ കരയുന്നതൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക, ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും കരഞ്ഞില്ലായിരുന്നെങ്കിൽ ഇനി അതും കുറ്റം പറഞ്ഞിട്ട് ആൾക്കാർ പറഞ്ഞേനെ. എന്തൊരു നശിച്ച ലോകമാണെന്ന് നോക്കിയേ. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്തും പറയുക ആൾക്കാർക്ക്, കാരണം അതിനുള്ള ലൈസൻസ് ആണല്ലോ. ഈ യൂട്യൂബ് വീഡിയോ ഒക്കെ ഇടുമ്പോഴാണ് കോപ്പി റൈറ്റ് അടിക്കുന്നത്. കമൻറ്റ് ബോക്സിൽ എന്ത് പറഞ്ഞാലും ആരും ഒന്നും ചോദിക്കത്തില്ലല്ലോ. നല്ല രീതിയിൽ എന്ത് വേണമെങ്കിലും പറയാമല്ലോ. അത് ഫേക്ക് ഐഡിയിലും ഒന്നും പറയാം. ഒരു നശിച്ച ലോകം തന്നെ.